നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിൽ ഇക്കുറി പോരാട്ടം കനക്കും. ദേശീയ രാഷ്ട്രീയം ചുരം കയറി വയനാട്ടിലേക്ക്. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. പ്രചരണം ആരംഭിച്ചത് കരിന്തണ്ടൻ സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം. അമേഠിയിലെ തോൽവി ഭയന്നാണ് രാഹുൽ വയനാട്ടിലെത്തിയതെന്നും തുഷാർ. രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം മറ്റന്നാൾ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി IC ബാലകൃഷ്ണൻ MLA. പത്രികാ സമർപ്പണത്തിന് രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും എത്തും. കേരളത്തിൽ മത്സരിക്കുന്ന രാഹുലിന്റെ നിലപാട് മതേതര ബദലിന് കളങ്കമുണ്ടാക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വയനാട്ടിൽ ഏത് ശക്തനെയും നേരിടാനുള്ള കരുത്ത് LDFനുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അജ്ഞാത സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം. യുവാവിനെ കണ്ടെത്തിയതായി സൂചന. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്നും സൂചന. ആനയെ കൂട്ടിലടച്ചപ്പോൾ കടുവയെത്തി. വടക്കനാട് പ്രദേശത്തിറങ്ങിയ കടുവ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ കടുവയെ കാട്ടിലേക്ക് തുരത്തി. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പോരാട്ടം കനക്കും. രാഹുലിന്റെ വരവോടെ ദേശീയ രാഷ്ട്രീയം ചുരം കയറി വയനാട്ടിൽ. ഇനിയുള്ള ദിവസങ്ങൾ ശക്തമായ പ്രചരണങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത്. ദേശീയ രാഷ്ട്രീയം ചുരം കയറിയെത്തുന്ന വയനാട്ടിൽ പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. ഏറ്റവും ഒടുവിൽ NDA സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി മണ്ഡലത്തിൽ പ്രചരണ പരിപാടികൾ ആരംഭിച്ചതോടെ ഇനി തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ താരത്തിളക്കം കൈവന്ന മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരിലേക്കാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ PP സുനീർ ഏറെ മുന്നിലാണ്. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടായിരുന്നെങ്കിലും UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവം തന്നെയായിരുന്നു. NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പൈലി വാത്തിയോടും പ്രചരണ രംഗത്തുണ്ടായിരുന്നു. പൊതുവെ തണുപ്പുള്ള വയനാട്ടിൽ ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കനത്ത ചൂടുയരുന്ന ദിവസങ്ങളായിരിക്കും. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും പ്രചരണത്തിനായി ദേശീയ നേതാക്കൾ ചുരം കയറുമെന്നതാണ് വിവരം. ഇതോടെ VVIP മണ്ഡലവുമായി വയനാട് മാറും. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വയനാട് മണ്ഡലത്തിൽ തമ്പടിക്കുന്നതോടെ രാജ്യമെങ്ങും വയനാട് സംസാര വിഷയമാകും. ഒപ്പം ഈ നാടിന്റെ ജീവൽ പ്രശ്നങ്ങളും ചർച്ചയാകും. UDFന്റെ ശക്തിദുർഗമായി വിശേഷിപ്പിക്കുന്ന വയനാട്ടിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോര് നാളത്തെ ചരിത്രം രേഖപ്പെടുത്തിവെക്കും. മണ്ഡലം രൂപീകൃതമായി നടന്ന 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും UDF ആണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥിയായി MI ഷാനവാസാണ് മത്സരിച്ചത്. ആദ്യ മത്സരത്തിൽ 1,53,439 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് MI ഷാനവാസിനെ മണ്ഡലം പാർലമെന്റിലേക്ക് അയച്ചത്. എന്നാൽ 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. അന്നു മത്സരിച്ച UDF സ്ഥാനാർത്ഥി MI ഷാനവാസിന്റെ ഭൂരിപക്ഷം 20,870 മാറി. ഇക്കുറി മണ്ഡലത്തിൽ രാഷ്ട്രീയ സ്ഥിതിയിൽ വ്യത്യാസങ്ങളുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലുൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിൽ മാനന്തവാടി, കൽപ്പറ്റ, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലം, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലങ്ങളിൽ LDF MLAമാരും വണ്ടൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിലും വയനാട്ടിലെ ബത്തേരിയിലും UDF MLAമാരാണുള്ളത്. നഗരസഭാ ഭരണം 4ഇടത്ത് LDFും 1ഇടത്ത് UDFും, മണ്ഡലത്തിലെ 50 പഞ്ചായത്തുകളിൽ 29ഇടത്ത് LDFും 21ഇടങ്ങളിൽ UDFുമാണ് ഭരണം കൈയാളുന്നത്. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു. കരിന്തണ്ടൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. അമേഠിയിലെ തോൽവി ഭയന്നാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് തുഷാർ. നാളെ വരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക നൽകും. രാവിലെ ജില്ലയിലെത്തിയ തുഷാർ NDA നേതാക്കളോടൊപ്പം ലക്കിടിയിലെ കരിന്തണ്ടൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ജില്ലയിലെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വയനാട്ടിൽ ശക്തമായ മത്സരം നടക്കുമെന്നും അമേഠിയിലെ തോൽവി ഭയമാണ് രാഹുൽ വയനാട് സീറ്റ് തിരഞ്ഞെടുക്കാൻ കാരണമെന്നും തുഷാർ പറഞ്ഞു. കാരണം ഒരു ശക്തമായിട്ടുള്ള മത്സരത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ വരണം എന്ന് BJPയുടെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത്.
കാര്യം ഇത് കഴിഞ്ഞ 10 വർഷക്കാലമായി UDF-ന്റെ നേതാക്കന്മാർ ഇവിടെ MP-മാരായിട്ടുള്ളവരാണ്. അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം അമേഠിയിൽ തോക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്ന് മത്സരിക്കാമെന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷമാണ്, 3 ലക്ഷം ഒരു കാരണവശാലും നടക്കാൻ വേണ്ടി പോകുന്ന കാര്യമല്ല. കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥിയെ വഹിച്ചുകൊണ്ടുള്ള റോഡ് ഷോയും നടത്തി. വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഈ വയനാടിന്റെ ചരിത്രം തിരിച്ചു കുറിക്കുന്നതിനുള്ള വാഹനത്തിൽ ഇതുവഴി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുഗ്രഹത്തിന്റെ 1000 കൂറ്റെണ്ടുകൾ അർപ്പിക്കുക. നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത്. നാളെയാണ് തുഷാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചരണ പരിപാടികൾക്ക് രൂപം കൊടുത്ത മറ്റു സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചരണ രംഗത്ത് ഒപ്പമെത്താനാണ് NDAയുടെ നീക്കം. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം ഒരുക്കങ്ങൾ പൂർത്തിയായതായി IC ബാലകൃഷ്ണൻ MLA. രാഹുലിനെ വരവേൽക്കാൻ വയനാട് ജനത ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും IC ബാലകൃഷ്ണൻ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നൽകിയ ആവേശവുമായാണ് UDF പ്രചരണ രംഗത്ത് സജീവമായത്. വൈകി തുടങ്ങിയെങ്കിലും വമ്പൻ സ്ഥാനാർത്ഥിയെ ലഭിച്ചതോടെ മുന്നണി പ്രവർത്തകർ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷന് റെക്കോർഡ് ഭൂരിപക്ഷം സമ്മാനിക്കുക എന്ന ലക്ഷ്യമാണ് UDF പ്രവർത്തകർക്കുള്ളത്. ദേശീയ സംസ്ഥാന നേതാക്കൾ അടുത്ത ദിവസം തന്നെ ജില്ലയിലെത്തി പ്രചരണവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തും. രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ 4-ാം തീയതി നോമിനേഷൻ കൊടുക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെ 8 മണിയോടുകൂടി രാഹുൽജി കോഴിക്കോട് എയർപോർട്ടിലെത്തും. എയർപോർട്ടിൽ നേതാക്കളെ സ്വീകരിച്ച് അതിനുശേഷം അവിടെ നിന്ന് കോഴിക്കോടാണ് പിന്നെ താമസിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. എന്നാൽ മറ്റന്നാൾ 4-ാം തീയതി 10:30 വയനാട്ടിലെത്തും. അതിനുശേഷം റോഡ് ഷോ കഴിഞ്ഞ് അത് നോമിനേഷൻ കൊടുത്ത് അതിനുശേഷം ഈ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ പരിസരത്ത് പന്തലിട്ട് അവിടെ കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും നേതാക്കളെ മീറ്റ് ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം തിരിച്ചു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ചുരത്തിനു താഴെയുള്ള നിയമസഭാ മണ്ഡലത്തിലെയും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് രാഹുലിനെ വരവേൽക്കാനായി കാത്തുനിൽക്കുന്നത്. വയനാട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള റോഡ് ഷോയും ജനസാന്നിധ്യവുമടക്കം വയനാട് മണ്ഡലത്തിലേക്കായി അത്യുജ്വലമായി വരവേൽക്കാനാണ് UDFന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ ഉജ്ജ്വല വിജയത്തിനായി വീട് വീടാന്തരം കയറിയിറങ്ങി പ്രചരണം നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് BV ശ്രീനിവാസ് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. अच्छे जो वादा हम लोग ने, जो कांग्रेस पार्टी जो वादा करता है वो पूरा करता है. राहुल गांधी जब भी वादा करते हैं वो पूरा करता है. उसमें 72,000 जो साल में जो 25% लोग जो परिवार के लिए देने का जो बात हुआ, महीने में 6,000 रुपए और उसको लेके और राइट टू हेल्थ और राइट टू वुमेन बहुत सारा चीज है, वो सबको साथ में लेके जाएंगे. और इस देश में, इस देश को बचाने का और इस केरला को बचाना और इस देश का नौजवान को बचाना, महिला को बचाना, किसान को बचाना, गरीब को बचाने का काम हम सब लोग मिलकर करें. കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് മതേതര ബദലിന് കളങ്കമുണ്ടാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഈ നിലപാട് രാജ്യമൊട്ടാകെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത മണ്ഡലത്തിലാണ് രാഹുൽ ഇതുവരെ മത്സരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ ശക്തി എന്താണെന്ന് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മനസ്സിലാകും. BJPയാണ് മുഖ്യശത്രുവെങ്കിൽ പുലിമടയിൽ പോയി വേണമായിരുന്നു മത്സരിക്കേണ്ടത്. ഒളിച്ചോടി വരുന്ന ഒരാളെ വയനാട് മണ്ഡലം സ്വീകരിക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. കോൺഗ്രസ് പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ കിട്ടുന്നൊരു അവസരമാണ് വയനാട്ടിലെ ജനങ്ങൾക്ക്, ഒരു അസുലഭ അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇതുവരെ മത്സരിച്ച മണ്ഡലങ്ങളിലൊന്നും കമ്മ്യൂണിസ്റ്റുകാർ വേണ്ടത്ര ഇല്ലാത്ത മണ്ഡലങ്ങളിലാണ് ഈ രാഹുൽ ഗാന്ധി മത്സരിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കരുത്ത് എന്താണ്, സംഘടനാപരമായ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത എന്താണ്, ഇത് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബോധ്യപ്പെടും. ഇവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ഒരു ബാലികേറാ മലയല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ഇടതുപക്ഷ മുന്നണി
21,000 വോട്ടിനാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടത്. അത്രയും ഭൂരിപക്ഷം മാത്രമേ UDF 2014 അന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ളൂ, 21,000 ഭൂരിപക്ഷം. എന്നാൽ അതിനുശേഷമാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഭൂരിപക്ഷം 19,000 വോട്ട് മാത്രമാണ്. 2004 അല്ലെങ്കിൽ 2009 അവസ്ഥയൊന്നുമല്ല ഇന്ന് ഈ മണ്ഡലത്തിലുള്ള അവസ്ഥ എന്നതാണ്. 2014 16 ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ വ്യക്തമാണ്. വയനാട് മണ്ഡലം വീര പഴശ്ശിയുടെ നാടാണ്, തോറ്റോടി വരുന്നവരുടെ നാടല്ല. അമേഠിയിൽ നിന്നും ഒളിച്ചോടി വരുന്ന രാഹുലിനെ അനുകൂലിക്കാൻ ഇവിടുത്തെ സമ്മതിദായകർക്ക് കഴിയില്ലെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. വയനാട്ടിൽ ഏത് ശക്തിനെയും നേരിടാനുള്ള കരുത്ത് LDF-നുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം മതേതര ബദലിനെ തകർക്കാനുള്ള നീക്കമെന്നും കാനം കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഒറ്റക്കെട്ടായി മത്സരിക്കുകയാണ് കേരളത്തിൽ. അതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടി CPI ആണോ CPM ആണോ എന്നൊരു വേർതിരിവ് കേരളത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണ്ട. കേരളത്തിൽ LDF-ന് നേരിടാൻ പാടില്ലാത്ത ഒരു ശക്തനും ഇങ്ങോട്ട് വരുന്നില്ല. അത് BJPക്ക് ഗുണമായിട്ട് വരാൻ പറ്റും. അപ്പോൾ BJP എതിർക്കുക എന്ന പ്രതിപക്ഷ രാഷ്ട്രീയം രാഹുൽ ഗാന്ധി ക്രമേണ കൈവിട്ടു വരുന്നു എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. LDF പിന്തുണയോടെ ബത്തേരി നഗരസഭാ ചെയർമാനായ കേരള കോൺഗ്രസ് M അംഗം TL സാബുവിനോട് രാജിവെക്കാൻ സംസ്ഥാന നേതൃത്വം. പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണി നേരിട്ട് വിളിച്ചാണ് ആവശ്യമുന്നയിച്ചത്. ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് TL സാബു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടുകൂടിയാണ് ബത്തേരിയിലെ LDF ബന്ധം അവസാനിപ്പിക്കാൻ കേരള കോൺഗ്രസ് M-ന് മേൽ സമ്മർദ്ദമേറിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ UDF-ലെ ഒരു പ്രധാന കക്ഷി LDF-മായി ചേർന്ന് ഭരണം പങ്കിടുന്നതിനെതിരെ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും എതിർപ്പ് ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് M സംസ്ഥാന നേതൃത്വം TL സാബുവിനോട് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ ജോസ് കെ മാണി, റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യ എന്നിവരാണ് ഫോണിൽ വിളിച്ച് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ രാജിവെക്കണമെന്ന് നേതൃത്വത്തിന്റെ ആവശ്യത്തിന്മേൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് TL സാബു അറിയിച്ചു. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയർപ്പിച്ച് ജില്ലയിലെ കർഷകർ. രാഹുൽ ഗാന്ധി വിജയിച്ചാൽ വയനാടിന്റെ കാർഷിക പ്രശ്നങ്ങൾക്ക് ദേശീയ ശ്രദ്ധ ലഭിക്കുമെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്നുമാണ് കർഷകരും കർഷക സംഘടനകളും പ്രതീക്ഷ വയ്ക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ ഏറെ പ്രതീക്ഷയിലാണ് ജില്ലയിലെ കർഷകരും കർഷക സംഘടനകളും. കാലാകാലങ്ങളായി അവഗണിക്കപ്പെട്ട ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ഗുണമുണ്ടാവുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. രാഹുൽ ഗാന്ധി വിജയിക്കുമെന്നും പ്രധാനമന്ത്രിയാകുമെന്നുമാണ് കർഷകർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങൾക്ക് ദേശീയ ശ്രദ്ധ ലഭിക്കുമെന്നും പറയുന്നു. രാഹുൽ ഗാന്ധി മത്സരരംഗത്ത് വന്നതോടുകൂടി വയനാട്ടിലെ കർഷകരൊക്കെ തന്നെ വളരെ പ്രതീക്ഷയിലാണ്. കാരണം കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ കർഷകർ. കാരണം ഈ 5 വർഷക്കാലം കാർഷിക മേഖല പറ്റ തകർന്നടിഞ്ഞ് കർഷകർക്ക് 1 രൂപയുടെ ആനുകൂല്യം പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രാഹുൽ ഗാന്ധി വരികയും ഇന്ത്യയിൽ തന്നെ ഒരു ഭരണമാറ്റം ഇവിടുത്തെ കർഷകർ 100% ആഗ്രഹിക്കുകയാണ്. കാരണം കാർഷിക മേഖല പറ്റ തകർന്നടിഞ്ഞിട്ട് പോലും കുരുമുളകിനൊക്കെ തന്നെ 700-750 രൂപ വിലയുണ്ടായിരുന്ന ആ കുരുമുളകിന് 300 രൂപയോളം വില താഴ്ന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, വന്യമൃഗശല്യം, കർഷകർക്ക് സാമ്പത്തിക സഹായം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ഇതിനു പുറമെ വയനാടിന്റെ പ്രശ്നങ്ങളായ രാത്രിയാത്രാ നിരോധനം, റെയിൽവേ, മെഡിക്കൽ കോളേജ് എന്നീ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുമെന്നും കർഷകർ കരുതുന്നു. വയനാട് വിഷൻ, ബത്തേരി. കേരളത്തിൽ UDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതായി ന്യൂ ലേബർ പാർട്ടി. ദേശീയ സമിതി യോഗ തീരുമാനപ്രകാരം വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി TP മോഹൻദാസ്, PK സജി തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം UDF നേതാക്കന്മാരെല്ലാവരും കൂടിയുള്ള ചർച്ചയിൽ ഞങ്ങൾ അവിടെ ഒരു കക്ഷിയായി സ്വീകരിക്കാം എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ് പിന്തുണ പറഞ്ഞത്. നമ്മൾ ഇവിടെ ഇപ്പോൾ വയനാട് ജില്ലയിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്.
ഇദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയോടെ വിജയിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ് പാർട്ടിക്കുള്ളത്. അതിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 5 വർഷത്തെ BJP ഭരണം ശരിക്കും ജനജീവിതം തന്നെ വളരെ ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ രാജ്യത്ത് നമുക്ക് പ്രധാനമന്ത്രി ആയിട്ട് ഒരു UPA സർക്കാരിൻ്റെ വരുന്ന സർക്കാരാണ് നിലവിൽ വരുന്നത് എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. മാനന്തവാടിയിൽ സ്കൂട്ടർ യാത്രികനായ യുവാവിനെ 2 കാറുകളിലായി എത്തി സംഘം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് സൂചന. കൂത്തുപറമ്പ് ഓലായിക്കര ബദരിയ മൻസിൽ മുഹമ്മദ് അമീറിനെയാണ് തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ തട്ടിക്കൊണ്ടുപോയത്. വൈകുന്നേരത്തോടെ അമീറിനെ പോലീസ് മാനന്തവാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കണ്ടെത്തിയതായി സൂചനയുണ്ടെങ്കിലും അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് വരികയായിരുന്ന സ്കൂട്ടർ യാത്രികനായ അമീറിനെ തൊട്ടുപുറകെ വരികയായിരുന്ന വെളുത്ത കാർ ഇടിച്ചിടുകയായിരുന്നു. ഇതേസമയം അവിടെ സ്വകാര്യ ലോഡ്ജിന്റെ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന കറുത്ത നിറത്തിലുള്ള കാറിലെ സംഘം പുറത്തിറങ്ങി അമീറിനെ ബലമായി കാറിനകത്തേക്ക് കയറ്റുകയായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയവരുടെ കയ്യിൽ ജാക്കിയുടെ ലിവറുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. നാട്ടുകാരെ ഭയപ്പെടുത്തിയ ഇവർ ഉടൻ തന്നെ 2 കാറുമായി സ്ഥലം വിടുകയും ചെയ്തു. തുടർന്ന് അമീറിന്റെ പിതാവ് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഗൾഫിലായിരുന്ന അമീർ കൊടുവള്ളി സ്വദേശികളുമായുണ്ടായ സ്വർണ്ണ ഇടപാടുകളാണ് സംഭവത്തിന് പിന്നിലെന്ന് സൂചനയുണ്ട്. എന്നാൽ ഇതിന് പോലീസ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഗൾഫിൽ നിന്നും അടുത്തിടെ നാട്ടിലെത്തിയ അമീർ തങ്ങൾക്ക് പണം നൽകാനുണ്ടെന്ന് കാണിച്ച കൊടുവള്ളി സ്വദേശികൾ കതിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായും സൂചനയുണ്ട്. പ്രസ്തുത പരാതിക്കാരാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം ഇന്ന് വൈകുന്നേരത്തോടെ അമീറിനെ പോലീസ് മാനന്തവാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കണ്ടെത്തിയതായി സൂചനയുണ്ടെങ്കിലും അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ കുറ്റക്കാരനെന്ന് കോടതി. സുൽത്താൻ ബത്തേരി പഴുപ്പത്തൂർ സ്വദേശിയായ കാവുങ്കരക്കുന്ന് കെ പ്രദീപിനെയാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ശിക്ഷ നാളെ വിധിക്കും. 2016 സെപ്റ്റംബർ 15-നാണ് കേസിന് ആസ്പദമായ സംഭവം. അമ്മ 2ാം വിവാഹം ചെയ്തതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വടക്കനാട് വള്ളുവാടി ജനവാസ കേന്ദ്രങ്ങളിൽ കടുവയിറങ്ങി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വനംവകുപ്പ് കടുവയെ കാട്ടിലേക്ക് തുരത്തി. വള്ളുവാടി കുരുമോളത്ത് പൈലിയുടെ ആടിനെ കൂട്ടിൽ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ആടിന്റെ ജഡം സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഈ ഭാഗത്ത് വെച്ചാണ് ഇന്ന് ഉച്ചയോടെ കടുവയെയും നാട്ടുകാർ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറിച്യാട് റേഞ്ചർ രതീശന്റെ നേതൃത്വത്തിൽ കടുവയെ 5:30 സമീപത്തെ വനത്തിലേക്ക് തുരത്തി. ബത്തേരി വേങ്ങൂരിൽ പശുക്കിടാവിനെ കടുവ ആക്രമിച്ചു. വേങ്ങൂർ രവീന്ദ്രന്റെ പശുക്കുട്ടിയെയാണ് കടുവ ആക്രമിച്ചത്. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ. ഇന്നലെ രാത്രി 7:30-നാണ് സംഭവം. രവീന്ദ്രന്റെ വീടിനോട് ചേർന്ന തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കടുവ ആക്രമിക്കുകയായിരുന്നു. തൊഴുത്തിൽ നിന്നും ബഹളം കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും പശുക്കിടാവിനെ ഉപേക്ഷിച്ച് കടുവ ഇരുളിലേക്ക് മറഞ്ഞു. കഴുത്തിനാണ് കടിയേറ്റിരിക്കുന്നത്. സമീപത്തെ വനത്തിൽ നിന്നുമാണ് കടുവ എത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെയധികം ജനനിബിഡമായി കിടക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് നാളിതുവരെ ഇത്തരത്തിലുള്ള കടുവ ഇറങ്ങിയിട്ടുള്ള ഒരു അക്രമം വന്യമൃഗങ്ങളും വന്യജീവി എന്നുള്ള നിലക്ക് ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ഭീതിജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്നിപ്പോൾ ഉള്ളത്. ഏതാണ്ട് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് കടുവ ഇറങ്ങിയിട്ട് കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പശുക്കിടാവിനെ കടിച്ച് നാശാക്കിയിട്ടുള്ളത്. ഏതാണ്ട് മരണതുല്യമായിട്ടാണ് അത് ഇപ്പോൾ കിടക്കുന്നത്. അടിയന്തരമായും അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയ്ക്ക് എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. വയനാട് വിഷൻ, ബത്തേരി. കാട്ടിക്കുളം ഇടയർകുന്നിൽ കാട്ടുപോത്തുകൾ ഭീതി പരത്തുന്നു. കാടുവിട്ട് നാട്ടിലിറങ്ങുന്ന കാട്ടുപോത്തുകൾ വാഴ, തീറ്റപ്പുൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയാണ്. പോത്തുകളെ തുരത്താൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വനപാലകരെ തടഞ്ഞു. പുല്ല് തിന്നുകയാണ്. അപ്പോൾ നമുക്ക് കൃഷിയൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി.
കാട്ടിക്കുളം ഞങ്ങൾ പിന്നെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ച് സന്തോഷ് സാറേയും രതീഷ് സാറേയും വിളിക്കുമ്പോൾ അവർ കറക്റ്റ് ടൈമുകളിൽ വന്നിട്ട് കാട്ടീനെ ഓടിക്കാൻ തയ്യാറാവുന്നില്ല. രാത്രി വരികയും അവരെന്ത് ചെയ്യും, പെട്ടെന്ന് വന്നിട്ട് കാട്ടീനെ ഈ തോട്ടത്തിൽ നിന്ന് അടുത്ത തോട്ടത്തിലേക്ക് ഓടിച്ച് കയറ്റാൻ രാത്രിയാകുമ്പോൾ അവർ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് വന്യമൃഗങ്ങളെയും കൊണ്ട് കുരങ്ങുകളെയും കൊണ്ടൊക്കെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ അത് നിരന്തരമായിട്ട്, അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് സന്തോഷ് സാറെയൊക്കെ തടഞ്ഞു വെച്ചത്. അപ്പോൾ അവരൊരു പരിഹാരം കണ്ടെത്തി തരാൻ നിങ്ങൾ DFO ആയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓലഞ്ചേരിയിൽ നിന്ന് അച്ചപ്പൻ MLA അനി അച്ചപ്പൻ പറയുകയാണ് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രതീഷ് സാറോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് കാട്ടീനെ ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതേപോലെ തന്നെ അശോകേട്ടൻ പകൽ ഓടിക്കാൻ പറ്റില്ല, കാട്ടി ശല്യം കൂടുതലായിട്ട് രാത്രികളിൽ ഇറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിട്ടുണ്ട്. വരണ്ടുണങ്ങി വയനാട്. വരൾച്ചാ സൂചന നൽകി സംസ്ഥാനത്ത് ഭൂഗർഭജല വിതാനം താഴ്ന്നു. വയനാട് ഉൾപ്പെടെ 8 ജില്ലകളിൽ സ്ഥിതി രൂക്ഷമാകുന്നതായാണ് ഭൂജല വകുപ്പിന്റെ റിപ്പോർട്ട്. മഴയില്ലെങ്കിൽ വരൾച്ചയുണ്ടാകാനിടയുള്ള പ്രദേശങ്ങൾ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതും ജല ദൗർബല്യമുണ്ടാകാനിടയുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായി കണ്ടെത്തണം. ഇടുക്കി, കണ്ണൂർ, വയനാട് എന്നിവിടങ്ങളിലായി 2.5 മീറ്റർ വരെയാണ് 3 ജില്ലകളിലെ ജലനിരപ്പ് താഴ്ന്നത്. ജില്ലയിൽ ഇതിനോടകം തന്നെ മിക്കയിടങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാകും. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. കളക്ടറേറ്റിന് മുന്നിൽ കാഞ്ഞിരത്തിനാൽ കുടുംബം നടത്തിവരുന്ന സമരം 1325 ദിവസം പിന്നിട്ടു. റവന്യൂ, വനം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷം നിലപാട് വ്യക്തമാക്കണമെന്ന് വയനാട് വികസന സമിതി. നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ വയനാട് ജനത തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നേരത്തെ CPI ഈ വിഷയത്തിൽ നേരത്തെ കുറ്റക്കാരാണ്. 2008 ഈ കുടുംബത്തെ ഏറ്റവും ഗൗരവമുള്ള ഒരു കേസിലേക്ക് തള്ളിവിടുന്നത്. വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടനയുടെ ഹർജി. അവർ പിന്നെ ഈ ഭൂമി കാഞ്ഞിരങ്ങാട് വില്ലേജിലാണെങ്കിൽ തൊണ്ടർനാട് വില്ലേജിൽപ്പെട്ട ഭൂമിക്ക് വേണ്ടിയിട്ടാണ് അവർ കോടതിയിൽ പോയത്. അത് ഈ ഭൂമിയാണ് തിരിച്ചേൽപ്പിച്ചുകൊണ്ടാണ് അവർ സ്റ്റേ വാങ്ങിച്ചത്. ആ കാലയളവിൽ അന്നത്തെ വനമന്ത്രിയായിരുന്ന ബിനോയ് വിശ്വമാണ് ഈ കുടുംബത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ഈ കുടുംബത്തിന് വളരെ ഗുരുതരമായ നിയമപ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്തത്. വയനാടിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ബത്തേരിയിൽ യൂത്ത് വിങ്ങിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ ഉപവാസം. രാത്രിയാത്രാ നിരോധനം, റെയിൽവേ, കാർഷിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഉപവാസം നടത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ വയനാടിന്റെ പ്രശ്നങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പൊതുജന ശ്രദ്ധയിലും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് ബത്തേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ ഉപവാസം നടത്തിയത്. റെയിൽവേ, രാത്രിയാത്രാ നിരോധനം, കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ്, ചുരം ബദൽ റോഡ്, വന്യമൃഗശല്യം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് ശ്രദ്ധ ക്ഷണിക്കൽ ഉപവാസം. 12 യൂത്ത് വിംഗ് പ്രവർത്തകർ ഉപവാസം ഇരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLA നിർവഹിച്ചു. യൂത്ത് വിംഗ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ന്യായമാണെന്നും പരിഹരിക്കപ്പെടുന്നതിനായി ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഷംസാദ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ആശംസയർപ്പിക്കാനെത്തിയ LDF സ്ഥാനാർത്ഥി PP സുനീർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുവേണ്ടി ഒപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകി. ഗോത്രവർഗ കൂട്ടായ്മ സ്ഥാനാർത്ഥി ബിജു കാക്കത്തോട് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ പങ്കെടുത്തു. ഞങ്ങൾ ആവശ്യപ്പെടുന്ന വയനാടിന്റെ വിവിധ ആവശ്യങ്ങൾ, രാത്രിയാത്ര നിരോധനം നീക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഉടനെ നടത്തുക. നമ്മുടെ NH 766 സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചുകൊണ്ട് വീതി കൂട്ടൽ വികസനങ്ങൾ ഉടനെ ആരംഭിക്കുക. വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക. അതുപോലെ തുടങ്ങിയ ഒരുപാട് വയനാട് റെയിൽവേ അടക്കമുള്ള നെഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ അടക്കം, മെഡിക്കൽ കോളേജ് അടക്കമുള്ള വയനാടിന്റെ എല്ലാ വികസന മേഖലകളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വയനാട് വിഷൻ, ബത്തേരി. എടവക പൈങ്ങാട്ടിരി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം വൈഖരി സംഗീതോത്സവം സമാപിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പൈങ്ങാട്ടിരി ഗ്രാമത്തിലെ AJ നാരായണൻ എഴുതിയ വൈഖരി ശീർഷക ഗാനം മാനന്തവാടി പുഷ്പാഞ്ജലി നൃത്തവിദ്യാലയത്തിലെ കുട്ടികൾ ഭരതനാട്യത്തിലൂടെ അവതരിപ്പിച്ചു. താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സംഗീത കച്ചേരി, വിവിധ കലാപരിപാടികളും നടന്നു. മാർച്ച് 29 ആരംഭിച്ച വൈഖരി സംഗീതോത്സവത്തിൽ സംഗീത കച്ചേരി, നൃത്തങ്ങൾ എന്നിവ അരങ്ങേറി. ഗജവീരന്റെ അകമ്പടിയിൽ ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവം സമാപിച്ചു.
മാനന്തവാടി കരിസ്മാറ്റിക് സോണും ദ്വാരക സിയോൺ ധ്യാനകേന്ദ്രവും ചേർന്ന് ത്രിദിന പരിശുദ്ധ ആത്മാഭിഷേക പകൽ സമയ ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ 4 മുതൽ 6 വരെ ദ്വാരക സിയോൺ ധ്യാനകേന്ദ്രത്തിൽ നടക്കും. സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. രൂപത വികാരി ജനറൽ അബ്രഹാം നെല്ലിക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാനന്തവാടി രൂപത അധ്യക്ഷൻ ജോസ് പൊരുന്നേടം, കേരള കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ സാമുവൽ മാർ ഐറേനിയോസ്, വൈസ് ചെയർമാൻ വർഗീസ് ചക്കാലക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബെനഡിക്റ്റിൻ ധ്യാനകേന്ദ്രം, അനുഗ്രഹ ധ്യാനകേന്ദ്രം, സിയോൺ ധ്യാനകേന്ദ്രം എന്നീ ആത്മീയ ശുശ്രൂഷകൾ നടക്കുന്ന കേന്ദ്രങ്ങളിലെ ധ്യാനഗുരുക്കന്മാരും NCCRST, KCCRST സോൺ തലത്തിലുള്ള ആത്മായ വചന പ്രഘോഷകരും നയിക്കുന്ന 3 ദിവസത്തെ പകൽ സമയ പരിശുദ്ധാത്മാഭിഷേക ബൈബിൾ കൺവെൻഷൻ 2019 ഏപ്രിൽ 4, 5, 6 തീയതികളിൽ മാനന്തവാടി ദ്വാരക സിയോൺ ധ്യാനകേന്ദ്രത്തിൽ നടത്തപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് ശേഷം 3:30 കൺവെൻഷൻ അവസാനിക്കുന്നു. സ്പോർട്സ് വാർത്തകൾ. വയനാട് ജില്ലാ സി ഡിവിഷൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് മാനന്തവാടി GVHS ഗ്രൗണ്ടിൽ തുടക്കം. നഗരസഭാ ചെയർമാൻ VR പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന മത്സരത്തിൽ കാസ്കോ കാവുമന്തം എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കിടങ്ങനാട് യൂത്ത് ക്ലബ്ബ് ചെതലയത്തെ പരാജയപ്പെടുത്തി. നഗരസഭാ കൗൺസിലർ മുജീബ് കോടിയാടൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പ്രവീൺ T. ജോണി എന്നിവർ പങ്കെടുത്തു. വയനാട് ചെസ് പാരന്റ്സ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവധിക്കാല ചെസ് പരിശീലന ക്യാമ്പ് ബത്തേരിയിൽ സംഘടിപ്പിച്ചു. ടിപ്പു സുൽത്താൻ പ്ലേസിൽ ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. കൽപ്പന ബിജു അധ്യക്ഷയായി. ഷബീർ അഹമ്മദ്, ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിൽ ഇക്കുറി പോരാട്ടം കനക്കും. ദേശീയ രാഷ്ട്രീയം ചുരം കയറി വയനാട്ടിലേക്ക്. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. പ്രചരണം ആരംഭിച്ചത് കരിന്തണ്ടൻ സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം. അമേഠിയിലെ തോൽവി ഭയന്നാണ് രാഹുൽ വയനാട്ടിലെത്തിയതെന്നും തുഷാർ. രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം മറ്റന്നാൾ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി IC ബാലകൃഷ്ണൻ MLA. പത്രികാ സമർപ്പണത്തിന് രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും എത്തും. കേരളത്തിൽ മത്സരിക്കുന്ന രാഹുലിന്റെ നിലപാട് മതേതര ബദലിന് കളങ്കമുണ്ടാക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വയനാട്ടിൽ ഏത് ശക്തനെയും നേരിടാനുള്ള കരുത്ത് LDFനുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അജ്ഞാത സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം, യുവാവിനെ കണ്ടെത്തിയതായി സൂചന. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്നും സൂചന. ആനയെ കൂട്ടിലടച്ചപ്പോൾ കടുവയെത്തി. വടക്കനാട് പ്രദേശത്തിറങ്ങിയ കടുവ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ കടുവയെ കാട്ടിലേക്ക് തുരത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.